കർത്താവിൽ പ്രിയ ദൈവജനമേ, ഏവർക്കും വീണ്ടും വരുന്നവനായ അത്ഭുതവാനായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട 2024 പുതിയ മാസം ജനുവരി 3-ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുവാനും വല്ലഭനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവകൃപകൾ അനുഭവിപ്പാനും ഈ ആയുസ്സിൽ ദൈവം നൽകിയ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ വഴി നടത്തുന്നു, നമ്മെ പരിപാലിക്കുന്നു, നമ്മെ കരുതുന്നു. വേദപുസ്തകം പറയുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഭാരവും ആകുലതകളും കർത്താവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുക. അതേ പ്രിയമുള്ളവരെ, ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ എല്ലാ ഭാരങ്ങളും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രത്യാശയോടെ ദൈവകൃപയിൽ നാൾത്തോറും ബലപ്പെട്ടുകൊണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാം. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ വചന പ്രഘോഷണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ. അവന് പാടുവിൻ, അവന് കീർത്തനം പാടുവിൻ, അവൻ്റെ സകല അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിപ്പിൻ, അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പിൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനാദിയായും ശാശ്വതമായും നിത്യദൈവമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കൃപയോടെ കാത്തുപരിപാലിച്ച് വഴി നടത്തുന്ന വല്ലഭനായ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായിരിക്കുന്ന സ്വർഗസ്ഥ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, നിങ്ങൾ ധൈര്യപ്പെടുവിൻ, നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. നന്ദി പിതാവേ. ഈ ദിനങ്ങൾ ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തുതിക്കുന്ന പിതാവേ. അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ ശ്രദ്ധയോടെ കരുതലോടെ ജീവിതത്തിൽ മുന്നേറുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ഞങ്ങളുടെ കൈകൾ തളർന്നു പോകാതെ ഞങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ദൈവം നൽകുമെന്ന പരിപൂർണ വിശ്വാസത്തോടെ ഈ ആണ്ടിൻ്റെ ആരംഭം തുടക്കം കുറിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 ആഴ്ചക്കാലം ദൈവം അത്ഭുതകരമായി ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ദൈവം നടത്തിയല്ലോ. സ്തോത്രം ചെയ്യുന്ന പിതാവേ, കോടാനുകോടി സ്തോത്രമപ്പ. ഞങ്ങളെക്കുറിച്ചുള്ള, ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള, ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾക്കായി, ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി ഞങ്ങളെ കാണിക്കണമേ. നന്ദി പിതാവേ. അവിടുത്തെ ആത്മാവ് ഞങ്ങളെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ പിതാവേ. ഈ ലോകത്തിലെ ഞങ്ങളുടെ ജീവിതനാഥ പ്രയോജനമില്ലാത്ത ജീവിതം പോലെ അല്ല. തിരുവചനങ്ങൾ കേട്ട് അതിലൂടെ ദൈവ ശബ്ദം ഞങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നാഥ ആമേ പുതിയ പുതിയ പന്ഥാവുകളിലേക്ക് ദൈവം നയിക്കുന്ന വിധങ്ങളിലേക്ക് കർത്താവെ വഴികളിലേക്ക് സഞ്ചരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന തിരുവചനത്തിനായി സ്തുതിക്കുന്നു പിതാവെ. ശ്രോതാക്കളായിരിക്കുന്ന എല്ലാ അങ്ങയുടെ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത സർവ്വവല്ലഭനായ ദൈവത്തിൻ്റെ കരം, സാന്നിധ്യം, നന്മ, അനുഗ്രഹം പ്രിയപ്പെട്ടവരോട് കൂടെ ഇരിക്കട്ടെ കർത്താവെ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ. നന്ദി പിതാവെ. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിലെ സന്ദേശത്തിൻ്റെ ഒടുവിൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. പുതിയ നിയമത്തിൽ 2 മുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് സുവിശേഷമെന്നും മറ്റൊന്ന് ലേഖനങ്ങളെന്നും. അതിൽ സുവിശേഷം നമ്മെ വിശ്വാസത്തിലേക്കും വിലയേറിയ വിശ്വാസത്തിലേക്കും നയിക്കുന്നു എങ്കിൽ ലേഖനങ്ങൾ നമ്മെ സഹായിക്കുന്നത് എന്തിനാണ് സഹായിക്കുന്നതെന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതിൻ്റെ ആൻസറുകൾ പലരും നൽകുകയുണ്ടായി. പ്രത്യേകിച്ച് നന്ദി അർപ്പിക്കുന്നു. അതിൻ്റെ ഉത്തരം ഇതാണ്: ലേഖനങ്ങൾ നമ്മെ വളർച്ചയിലേക്കും ശേഷം ഫലദായകമായ ഫലപുഷ്ടമായ ജീവിതത്തിലേക്കും ദൈവം വഴി നടത്തുന്നു എന്നുള്ളതാണ്. ലേഖനങ്ങൾ നമ്മെ എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിന് വളർച്ച പ്രദാനം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യെഹെസ്കേൽ പ്രവചന പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്ന് നാം പ്രഭാതത്തിൽ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ചിന്താവിഷയം ഇതാണ്: ഉണങ്ങിയ അസ്ഥികൾ. ഉണങ്ങിയ അസ്ഥികൾ. യെഹെസ്കേൽ പ്രവചന പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ എന്നോട്, മനുഷ്യപുത്ര,
ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് പറഞ്ഞു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് യെഹെസ്കേൽ പ്രവാചകനോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇങ്ങനെയുള്ള ചോദ്യം നാം എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തോട് ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കുടുംബവുമായി, നമ്മുടെ മക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് എപ്പോഴെങ്കിലും നാം ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? അതായത് എൻ്റെ ഈ അവസ്ഥകൾക്ക്, എൻ്റെ മക്കളുടെ ഈ അവസ്ഥകൾക്ക് മാറ്റം വരുമോ? ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. എൻ്റെ മക്കൾക്ക് വേണ്ടിയാകാം, മരുമക്കൾക്ക് വേണ്ടിയാകാം, കൊച്ചുമക്കൾക്ക് വേണ്ടിയാകാം. എന്തിനേറെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ ഈ ദിനങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യാശയോടെ, ധൈര്യത്തോടെ, ഉറപ്പോടെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, പ്രത്യാശിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥകൾക്ക് ഒരു മാറ്റം ഉണ്ടാകുമോ? ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ എന്ന ചോദ്യം. കാര്യങ്ങൾ ആഗ്രഹിച്ച പ്രകാരവും പ്രതീക്ഷിച്ച സമയത്തും നടക്കാതെ വരുമ്പോൾ നമ്മിൽ രൂപപ്പെടുന്ന ഒരു ചോദ്യമാണ്, മാറ്റം സംഭവിക്കുമോ? ഇതെപ്പോഴെങ്കിലും നടക്കുമോ? ഈ അവസ്ഥകൾക്ക് ജീവനുണ്ടാകുമോ? ചാവാറായ ശേഷിപ്പുകൾക്ക്, അല്ലെങ്കിൽ ചത്തുപോയി അല്ലെങ്കിൽ മരിച്ചുപോയ അനുഭവങ്ങൾക്ക് ഇനി ജീവൻ ഉണ്ടാകുമോ? വിജയ സാധ്യത ഉണ്ടാകുമോ? ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നാം പരിശോധിച്ചാൽ BC 930 ഇസ്രായേൽ 2 ഭാഗമായി വിഭജിക്കപ്പെടുകയാണ്. തെക്ക് വടക്ക് എന്ന നിലയിൽ 2ആയി വിഭജിക്കപ്പെടുകയാണ്. 2 ഗോത്രങ്ങളായി തിരിയുകയാണ്. ഒന്ന് ഇസ്രായേൽ ഗോത്രം, മറ്റൊന്ന് യഹൂദ ഗോത്രം. ഇവർക്കിടയിൽ പലപ്പോഴും സിവിൽ ബാറ്റിൽസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചില യുദ്ധങ്ങൾ, കലാപങ്ങൾ ഇവർക്കിടയിൽ പലപ്പോഴായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 586 BC യഹൂദ രാജാവ് ബാബിലോണിലെ കാവൽ സൈന്യത്തിൽ കുറേ പേരെ കൊല്ലുകയുണ്ടായി. ബാബിലോണിയരായ ആ ജനത്തിൻ്റെ കാവൽ സൈന്യത്തെ കുറേ അധികം പേരെ യഹൂദ രാജാവ് കൊല്ലുകയാണ്. ഈ അനുഭവത്തെ നേരിട്ട ബാബിലോണിയർ ഉള്ളിൽ ഭയമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്യുകയാണ്? BC 586 കഴിഞ്ഞ ആ കാലഘട്ടത്ത് ഇവർ ബാബിലോണിലെ അതായത് ഈ യഹൂദ ജനത്തിലെ ധാരാളം പേരെ ഇവർ അടിമകളായി പിടിച്ചുകൊണ്ടു പോവുകയാണ്, ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടു പോവുകയാണ്. അതിനെയാണ് പ്രവചന പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ വേദപുസ്തകം നമ്മെ വെളിപ്പെടുത്തുന്ന കാലാകാലങ്ങൾ, അതത് കാലഘട്ടങ്ങളിലൂടെ ദൈവജനത്തെ ആത്മാവിൽ ദൈവം നയിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ ദൈവം നിയന്ത്രിക്കുന്ന തരത്തിലുള്ള പ്രവാസം എന്നുള്ളത്. ദൈവം എങ്ങനെ ജനത്തെ ഒരുക്കുന്നു, ദൈവം എങ്ങനെ ജനത്തെ അതത് കാലഘട്ടത്തനുസരിച്ച് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജനത്തെ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എപ്രകാരം ഈ ജനത്തെ വാർത്തെടുക്കുന്നു, എപ്രകാരം മെനയുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രവാസത്തെ കാണുവാനായി സാധിക്കും. ഈ പ്രവാസം എന്ന് പറയുന്നത്, യഹൂദ ജനം ബാബിലോണിയരാൽ പിടിക്കപ്പെട്ട് ഇവർ ദീർഘകാലം, തങ്ങളുടെ ശിഷ്ടകാലം എവിടെ കഴിയേണ്ടി വരികയാണ്? ബാബിലോണിൽ കഴിയേണ്ടി വരുന്ന ഒരു ദുരിതകരമായ അനുഭവത്തെ നമുക്കവിടെ കാണുവാനായി സാധിക്കും. ഇവിടുത്തെ അവരുടെ പ്രധാന പ്രശ്നം, ഈ സ്വന്തം ദേശത്തിൽ നിന്നും അല്ലെങ്കിൽ പറിച്ചെടുക്കപ്പെട്ട് മറ്റൊരു അന്യ ദേശത്ത്, അന്യ നാട്ടിൽ നടപ്പെട്ടപ്പോൾ അവിടെ ജീവിക്കേണ്ടതായി വരുമ്പോൾ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു വലിയ പ്രധാന പ്രശ്നത്തെ ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കും. ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, അന്യദേശത്ത്, അതായത് ബാബിലോണിൽ എങ്ങനെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കും എന്നുള്ളതാണ്. ഒരു വലിയ പ്രശ്നമാണ്. ബാക്കിയെല്ലാം ഇവർക്ക് സഹിക്കാം, ബാക്കിയെല്ലാം അവർക്ക് മാനേജ് ചെയ്യുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം എന്നത്, ഈ അന്യദേശത്ത് എങ്ങനെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കും? ഒരു പുതിയ സാഹചര്യത്ത് തങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പുതിയ സിറ്റുവേഷനിൽ ഉൾപ്പെട്ടപ്പോൾ അവിടെ എങ്ങനെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കും? ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 137 1 മുതൽ 4 വരെ നാം വായിച്ചാൽ അവിടെ നമുക്ക് മനസ്സിലാകും ഈ ജനത്തിൻ്റെ രോദനം, ഈ ജനത്തിൻ്റെ ഒരു വൈഷമ്യകരമായ
ഉള്ളിലെ ഒരു തീവ്രമായ നൊമ്പരത്തെ നമുക്ക് നോക്കിക്കാണുവാനായി സാധിക്കും. ചില വേളകളെങ്കിലും നാം ഇത് വായിക്കുമ്പോൾ നിസ്സാരമായി നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഈ സങ്കീർത്തന വേദഭാഗം ഇനി ഞാൻ വിശദീകരിക്കുവാൻ പോകുന്ന ഈ സങ്കീർത്തന വേദഭാഗം കൂടെ ഈ യെഹെസ്കേൽ പ്രവചനവുമായി ചേർത്ത്, ആ പ്രവാസത്തിൻ്റെ കാലഘട്ടവുമായി ചേർത്ത് നാം വായിച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 137 സങ്കീർത്തനം 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ ഇവരുടെ അവസ്ഥയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്: ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, സ്വന്തം ദേശത്തെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ബാബിലോണിലെ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ പൂർവ്വകാലത്തെ ഓർത്ത്, ഞങ്ങളുടെ സ്വന്തം ദേശത്തെ ഓർത്ത്, ഞങ്ങളുടെ സിയോൻ എന്ന ദേശത്തെ ഓർത്ത് ഞങ്ങൾ ഒരുപാട് കരഞ്ഞു എന്നാണ്. അടുത്തെഴുതിയിരിക്കുകയാണ്, അതിൻ്റെ നടുവിലെ ആലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു എന്നുള്ളതാണ്. കിന്നരം കൊണ്ട് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തേണ്ടവർ ഇവർ ചിന്തിക്കുകയാണ്, ഇനി ഈ ദേശത്ത് എങ്ങനെ ദൈവത്തെ ആരാധിക്കും? അതുകൊണ്ട് ഈ കിന്നരം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതിനെ അലരി വൃക്ഷത്തിൻ്റെ ചില്ലകളിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അടുത്ത പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ. ആരാണ് ബദ്ധരാക്കി ഈ ജനത്തെ കൊണ്ടുപോയത്? ബാബിലോണിയർ. അവർ സിയോൻ ഗീതങ്ങൾ ഒന്ന് ചൊല്ലുവിൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും, അതായത് ഈ ബാബിലോണിയരോട് പറയുകയാണ്, നിങ്ങൾ പഴയ കാലങ്ങളിൽ നിങ്ങളുടെ ദേശത്ത് പാടി വന്നിരുന്ന സിയോൻ ഗീതങ്ങൾ ഒന്ന് പാടുവിൻ, ഞങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിച്ച് പാടിയ കീർത്തനങ്ങൾ, കിന്നരം ഉപയോഗിച്ച്, തപ്പും കിന്നരം ഉപയോഗിച്ച് പാടിയ ഗീതങ്ങളെ ഒന്നുകൂടെ പാടുവിൻ നമ്മുടെ ദേശത്തിരുന്നു കൊണ്ട് എന്ന് പറഞ്ഞ് അവർ ആവശ്യപ്പെട്ടപ്പോൾ ഇവർ പറയുകയാണ്, ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെ ഞങ്ങളോട് ചോദിച്ചു. ആമേൻ. ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെ ചോദിക്കുകയാണ്. ഞങ്ങളുടെ സ്വന്തം ദേശത്ത് ഞങ്ങളെ പറിച്ചെടുത്ത് ഇവിടെ കൊണ്ട് വച്ചിരിക്കുകയാണ്. ഇവിടെ ഇതാ അവരുടെ സന്തോഷം, ഞങ്ങളുടെ നിന്നും ഒരു സന്തോഷം അവർ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ പാടി കീർത്തനം ചെയ്യുന്ന ആ മനോഹരമായ അനുഭവത്തെ, ആ സന്തോഷത്തെ ഇപ്പോൾ ഇതാ ഞങ്ങളെ പിടിച്ചു കൊണ്ടുവന്നവർ ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഈ സമയത്ത് ഇവരുടെ ഉത്തരമെന്ന് പറയുന്നത്, ബാബിലോണിയരോടുള്ള ഇവിടെ ആൻസർ എന്ന് പറയുന്ന ഇതാണ്. അതിൻ്റെ താഴ്ഭാഗത്ത് എഴുതിയിരിക്കുന്നു, ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യ ദേശത്ത് പാടുന്നത് എങ്ങനെ? യഹോവയുടെ ഗീതം അന്യ ദേശത്ത് പാടുന്നത് എങ്ങനെ? പ്രിയ ദൈവജനമേ, ഈ ദൈവജനത്തെ സംബന്ധിച്ച് ഇവർ ആരാധിക്കുന്നത് എവിടെയാണ്? വിശുദ്ധ നഗരമായ യെരുശലേമിനെ നോക്കിയാണ്. എപ്പോഴൊക്കെ ഇവർക്ക് ദൈവത്തെ ആരാധിക്കേണ്ട സമയമാകുന്നുവോ, എപ്പോഴൊക്കെ ആരാധിക്കണമെന്ന് തോന്നുന്നുവോ, അപ്പോഴൊക്കെ they must be focused on the holy city of Jerusalem. യെരുശലേം എന്ന വിശുദ്ധമായ നഗരത്തെ നോക്കി ഇവർ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, ദൈവത്തെ ആരാധിക്കണം എന്നത് വളരെ കർശനമായ ഒന്നാണ്. എപ്പോഴും ഇവിടെ ഫോക്കസ് യെരുശലേം എന്ന വിശുദ്ധമായ മന്ദിരത്തെ നോക്കിയായിരിക്കണം. തങ്ങളുടെ വീടുകളിൽ നിന്ന് പ്രാർത്ഥിച്ചാലും അവർ യെരുശലേം മന്ദിരത്തിന് അഭിമുഖമായിട്ടാണ്. ദാനിയേൽ പ്രാർത്ഥിച്ചു, കിളിവാതിൽ തുറന്ന് യെരുശലേമിൽ നേരെ നോക്കി പ്രാർത്ഥിച്ച അനുഭവം ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇപ്പോൾ ഇതാ ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. തങ്ങൾ എന്നേക്കുമായി ആ ദേശത്തുനിന്ന് പറിച്ച് നടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ പ്രശ്നം, അന്യ ദേശത്ത് ഞങ്ങൾ എങ്ങനെ ദൈവത്തെ പാടി സ്തുതിക്കും? വിശുദ്ധ നഗരത്തിൻ്റെ കാഴ്ചപ്പാട് ഇപ്പോൾ അവർക്ക് നഷ്ടമായിരിക്കുകയാണ്. അവർക്ക് അതിനെ കാണുവാൻ കഴിയുന്നില്ല, അവർക്കത് ഇമേജിൻ ചെയ്യുവാൻ പോലും കഴിയുന്നില്ല. ആ ഒരു അനുഭവം ആ ഒരു അറ്റാച്ച്മെന്റ് തങ്ങൾക്ക് കിട്ടുന്നില്ല. പ്രിയ ദൈവജനമേ, ദൈവം ഈ ജനത്തെ നോക്കിക്കാണുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാറുണ്ട്. നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാറില്ല, ദൈവവുമായി ബന്ധപ്പെടുവാൻ കഴിയുന്നില്ല, ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല. കാരണം സാഹചര്യങ്ങൾ മാറ്റപ്പെട്ടിരിക്കുകയാണ്, കുടുംബത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നു. നമ്മുടെ ചിന്തകൾക്ക് ചൂട് പിടിച്ച അനുഭവങ്ങളാണ്. നമുക്ക് പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന ഒരു പീസ്ഫുള്ളായ അനുഭവം നമുക്ക് കിട്ടുന്നില്ല. കുടുംബത്തിനൊരു സ്വസ്ഥതയില്ല, മനസ്സിനൊരു സമാധാനമില്ല. ജോലി സ്ഥലത്താണെങ്കിൽ ആകെ പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടി നിൽക്കുകയാണ്. ഈ അവസ്ഥയിൽ എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയും? എനിക്ക് എങ്ങനെ പാടുവാൻ കഴിയും? എനിക്ക് എങ്ങനെ ആരാധിക്കുവാൻ കഴിയും? എൻ്റെ വീട്ടിൽ എങ്ങനെ എനിക്ക് മുട്ടുകുത്തി നിൽക്കുവാൻ കഴിയും? എൻ്റെ മനസ്സ് ചൂടുപിടിച്ചിരിക്കുകയാണ്. മാനസിക സമ്മർദ്ദത്താൽ വീർപ്പുമുട്ടി ഒരു വല്ലാത്ത അനുഭവത്തിലേക്ക് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെ ദൈവത്തെ പാടി സ്തുതിക്കും?
ഒരു ഡിറ്റാച്ച്മെൻറ്റ് ജീവിതത്തിൽ ഡിസ്ട്രക്ഷൻ ലൈഫിൽ വന്നു നിൽക്കുകയാണ്. നിങ്ങളിലേക്കൊന്ന് നോക്കിയേ. ഇന്ന് നിങ്ങൾ പാടുന്നതിനെക്കാട്ടും പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടും നിങ്ങളുടെ വലിയ പ്രശ്നമെന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ അനുദിന ജീവിതത്തിലെ ഓരോ പോരാട്ടങ്ങളിലെ ചിന്തിച്ചു നോക്കുക. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വെല്ലുവിളികളാണ്. ശരിയല്ലേ പ്രിയമുള്ളവരെ? ചില വേളകളിലൊക്കെ ഒരുപാട് ഇൻറ്റിമസി നാം ദൈവത്തോട് കാണിക്കാറുണ്ട്. ചില വേളകളൊക്കെ നാം വളരെ ഫാസ്റ്റായിട്ട് ദൈവത്തിനോട് അടുക്കാറുണ്ട്. എന്നാൽ അതേ സമയത്ത് അത് കഴിഞ്ഞ് അല്പനിമിഷം കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങളിലേക്ക് നാം ഇഴുകി ചെല്ലുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ മെമ്പേഴ്സുമായിട്ടാകാം, നമ്മുടെ ജോലിപരമായിട്ട് കാര്യങ്ങളിലാകാം, സാമ്പത്തിക വിഷയങ്ങളാകാം, നമ്മുടെ മക്കളുടെ ഭാവിയെ ഓർത്താകാം, പലതിലേക്ക് നാം ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഡിറ്റാച്ച്മെൻറ്റ് വരികയാണ്. പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, ബൈബിൾ വായിക്കുവാൻ കഴിയുന്നില്ല, ധ്യാനിക്കുവാൻ കഴിയുന്നില്ല, ഉപവസിക്കുവാൻ കഴിയുന്നില്ല, മുട്ടിന്മേൽ നിൽക്കുവാൻ കഴിയുന്നില്ല, തല വണക്കുവാൻ കഴിയുന്നില്ല. ഈ ജനം ചോദിക്കുകയാണ്, അന്യദേശത്ത് ജീവനുള്ള ദൈവത്തെ ഞങ്ങൾ എങ്ങനെ ആരാധിക്കും? ഒരു വലിയ ചോദ്യമാണ്. എങ്ങനെ ആരാധിക്കും? ഈ ഒരു വലിയ പ്രതിസന്ധി നടുവിൽ എൻ്റെ മനസ്സിൻ്റെ ശക്തിയെല്ലാം ചോർന്നു പോയി, എൻ്റെ ബലമെല്ലാം നഷ്ടമായിരിക്കുകയാണ്, ഞാൻ തളർന്ന അനുഭവത്തിലേക്കാണ്. ഈ നിമിഷത്ത് എങ്ങനെ എനിക്ക് പാടി സ്തുതിക്കുവാൻ കഴിയും? എങ്ങനെ ആരാധിപ്പാൻ കഴിയും? എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? ശരിയായ ഒരു ചോദ്യമാണ് പ്രിയമുള്ളവരെ. ഇപ്പോൾ ഇതാ ഈ ജനത്തെ ദൈവം നോക്കിക്കാണുകയാണ്. ഈ ദൈവം, കാരണം ഇപ്പോൾ ഇവർക്ക് ആരാധനയില്ല, പ്രാർത്ഥനകളില്ല, കൂട്ടായ്മ ബന്ധമില്ല. ഇവർ നിരാശരായിട്ട് ബാബേലിന്റെ നദീതീരത്ത് ഇത്രയും കിന്നരത്തെ കൊണ്ട് പാടി സ്തുതിച്ച ഈ ജനം ഇതാ കിന്നരങ്ങളെ അലരി വൃക്ഷത്തിന്റെ ചില്ലുകൾ തൂക്കിയിട്ട് വിഷാദരായി, മൂകരായി, ഇതാ ബന്ധമില്ല, ദൈവമായിട്ടുള്ള ബന്ധമില്ലാതെ, പാടി സ്തുതിക്കുവാൻ കഴിയാതെ ഇരുളടഞ്ഞ ജീവിതത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ജനത്തെ ദൈവം നോക്കിക്കാണുന്നത് എങ്ങനെയെന്നറിയാമോ? ജീവിതത്തിലാണ്, പക്ഷെ ജീവിതമില്ലാത്തവരെ പോലെ. ദേ ആർ ഇൻ ലൈഫ് ബട്ട് വി കൻ സേ ലൈഫ്ലെസ് എന്നുള്ളത്. ദേ ആർ ലിവിങ് ഇൻ ലൈഫ് ബട്ട് ദേ ആർ ലൈഫ്ലെസ്. ജീവിതമില്ലാത്തവരെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ബാബേലിന്റെ നദീതീരത്ത് ഇരിക്കുന്ന ദൈവത്തിൻ്റെ ജനം മൂകമായി, നിരാശയോടെ, വേദനയോടെ, രോദനത്തോടെ, തളർന്ന അനുഭവത്തിൽ ഇരിക്കുന്ന ഈ ജനം, ഇവർക്ക് ജീവിതമുണ്ട്, പക്ഷെ ഇവർ ജീവിതമില്ലാത്തവരെ പോലെ. ഇതാ ദൈവം നോക്കിക്കാണുകയാണ്. ഈ മടുത്തു പോയിരിക്കുന്ന ഈ ജനത്തെ ജീവിതമില്ലാത്തവരെ പോലെ കാണുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇത് ഒരുപക്ഷെ ഞാൻ ഇത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഒരു അടച്ചിട്ട മുറിയിലായിരിക്കുന്നത്. ജീവിത പ്രതിസന്ധികൾ കൊണ്ട്, വേദനപ്പെട്ട അനുഭവം അല്ലെങ്കിൽ വേദന നിറഞ്ഞ അനുഭവം കൊണ്ട് അടച്ചിട്ട ഒരു മുറിയിലായിരിക്കാം, അടച്ചിട്ട ഒരു വീട്ടിനുള്ളിലായിരിക്കാം, ഒരു ചെറിയ ലോകത്തിലായിരിക്കാം നിങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. അതിനുള്ളിൽ ഇരിക്കുന്നത് ജീവിതമില്ലാത്തവരെ പോലെയാണോ? ആമീൻ. ജീവിതമില്ലാത്തവരെ പോലെയാണോ? ചിന്തിക്കുക പ്രിയമുള്ളവരെ. 2, ദൈവം ഈ ജനത്തെ നോക്കിക്കാണുന്നത് ഇപ്പോൾ മരിച്ചവരെ പോലെയാണ്. 1, ജീവിതമില്ലാത്തവരെ പോലെ, ജീവിതമുണ്ട് പക്ഷെ ജീവിതമില്ലാത്തവരെ പോലെ, ലൈഫ്ലെസ്. 2, മരിച്ചവരെ പോലെ, മരിച്ചിട്ടില്ല പക്ഷേ മരിച്ചവരെ പോലെ. ചാവാറായ അല്പശേഷിപ്പുകൾ മാത്രമാണ്, മർമറിങ് മാത്രമാണ്. തങ്ങളുടെ അധരങ്ങൾ അനങ്ങുന്നുണ്ട്, പക്ഷേ എന്താണ്? എങ്കിലും മരിച്ചവരെ പോലെ അനുഭവത്തിൽ ഇതാ ദൈവം ഈ ജനത്തെ നോക്കിക്കാണുകയാണ്. തങ്ങൾക്കുള്ളിൽ ബലമില്ലാത്തവരായി, സകല ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ കണ്ടെത്തുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്ന, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ആ ഒരു എനർജി എല്ലാം നഷ്ടമായി. ആമേൻ. അവർക്ക് ദൈവത്തെ കണ്ടെത്തുന്ന, അന്വേഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആ ബലം നഷ്ടമായി. ഇപ്പോൾ ഇതാ മരിച്ചവരെ പോലെ ആയിരിക്കുകയാണ്. ഒരിക്കലും മരിച്ചവർക്ക് മൗനത്തിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് മരിച്ചവരെ പോലെ ആയിരിക്കുന്ന ഒരനുഭവത്തെയാണ് ദൈവം ഈ ജനത്തെ നോക്കിക്കാണുന്നത്. 3-മതായി അവിടെ വായിക്കുവാൻ കഴിയും, ഇവർ പാപത്തിൽ വീഴ്ത്തപ്പെട്ട അനുഭവത്തിലാണ് ദൈവം നോക്കിക്കാണുന്നത്. കാരണം ദൈവവുമായിട്ട് എപ്പോഴാണോ ഒരു ഡിറ്റാച്ച്മെൻറ്റ് വന്നത്, എപ്പോഴാണോ ഒരു ഡിസ്കമ്മ്യൂണിക്കേഷൻ വന്നത്, പ്രിയമുള്ളവരെ, ആ നിമിഷം തന്നെ ഇവരെന്താണ്? പാപത്തിലേക്ക് വീഴ്ത്തപ്പെട്ടവരായി. ദൈവവുമായുള്ള ബന്ധം എപ്പോൾ നഷ്ടമാകുന്നു അപ്പോൾ ഓർക്കുക, നാം ജീവിക്കുന്നത് പാപത്തിലാണ്.
നിങ്ങൾ ഒരു മുറിക്കുള്ളിലാകാം, നിങ്ങളൊരു വീട്ടിനുള്ളിലാകാം, ഒരു ചെറിയ ഓഫീസിനുള്ളിലാകാം, നിങ്ങൾ എവിടെയോ ആകട്ടെ, ഏത് സ്ഥലത്താകട്ടെ, ഒരു കാട്ടിലോ അതുപോലെ പട്ടണത്തിലോ ഒരു കുഞ്ഞു ഗ്രാമത്തിനോ ആകട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് ദൈവവുമായി ബന്ധമുണ്ടോ പ്രിയമുള്ളവരെ? ബന്ധമില്ല എങ്കിൽ നിങ്ങൾ പാപത്തിലേക്ക് വീഴ്ത്തപ്പെട്ട അനുഭവമാണ്. നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മരിച്ചവരെ പോലെയാണ്. നിങ്ങൾക്ക് ജീവിതമുണ്ടെങ്കിൽ പോലും നിങ്ങൾ ജീവിതമില്ലാത്തവരെ പോലെയാണ് കഴിച്ചു കൂട്ടുന്നത്. ഓർക്കുക പ്രിയമുള്ളവരെ, ഈ അവസ്ഥയെ നോക്കിക്കണ്ട ദൈവം ഇവരെ ഷോർട്ടായിട്ട് എന്താണ് ഈ ജനത്തിൻ്റെ അവസ്ഥകളെ ഒറ്റ വാക്കിൽ, നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ഒറ്റ വാക്കിൽ ദൈവം പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? ആമേൻ, ഹല്ലേലൂയ. ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? ഈ ബാബേൽ നദീതീരത്ത് വേദനയോടെ രോദനയോടെ ദൈവവുമായി ബന്ധമില്ലാതിരിക്കുന്ന ഈ ജനം, ഇവർ ഉണങ്ങിയ അസ്ഥികൾ. ഇവർ ഉണങ്ങിയ അസ്ഥിക്ക് തുല്യമാണ്. ഇവരിൽ ഒരു എനർജിയുമില്ല, ഒരു ശക്തിയുമില്ല. ഇവരുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടമായി പോയി. ആരാധിക്കുന്ന അനുഭവങ്ങളൊക്കെ പോയി. ഇനി ജീവിതത്തിൽ എന്താണ്? മണ്ണോട് ചേരുന്ന, ചാരത്തിനോട് ചേരുന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. അവരെ വിളിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ച പേരാണ് ഇവർ ഉണങ്ങിയ അസ്ഥികൾ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നാം ഉണങ്ങിയ അസ്ഥി എന്ന അനുഭവത്തിലാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഒരു ഉണങ്ങിയ അസ്ഥി എന്ന അനുഭവത്തിൽ, മേൽപ്പറഞ്ഞ 3 കാര്യങ്ങളുമായുള്ള ബന്ധത്തിൽ ഒരു ഉണങ്ങിയ അസ്ഥിയായിട്ടാണോ? ചിന്തിക്കുക പ്രിയമുള്ളവരെ. ഉണങ്ങിയ അസ്ഥികളെന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇസ്രയേൽ ജനമായ, അതെ, യഹൂദ്യരായ ഇസ്രയേൽ ജനത്തെയാണ്. യഹൂദ്യരായ ഇസ്രയേൽ ജനത്തെയാണ് ഇവിടെ ഉണങ്ങിയ അസ്ഥികളെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ്. പ്രധാന കാരണം, അവർ ആഗ്രഹിച്ചത് കിട്ടാതെ വന്നപ്പോൾ അവർ ആഗ്രഹിച്ചത് എന്താണ്? ദ ഹോളി ജെറുസലേം, വിശുദ്ധമായ നഗരമായ ജെറുസലേം. ഇതിന് ഇവർ ഒരുപാട് ദാഹിക്കുകയാണ്. ഞങ്ങൾക്ക് ആ വിശുദ്ധമായ നഗരത്തെ ഒന്ന് കാണണം, അതിന് ദർശനം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്കൊന്ന് അതുവരെ ഒന്ന് പോയി കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. അത് കിട്ടാതെ വന്നപ്പോൾ ദിശ അറിയാതെ അവർ നിൽക്കുകയാണ്. കിഴക്ക് ദിശ അറിയാതെ അവർ വളരെ വിഷമസന്ധിയിലായിരിക്കുകയാണ്. ഇങ്ങനെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തെന്നറിയാമോ? ശ്രദ്ധിച്ച് കേൾക്കണേ. ബാബിലോണിയരുടെ ശീലങ്ങളെയും രീതികളെയും അത് അനുകരിക്കുകയും പ്രയോഗിക്കുകയും ചെയ്തു എന്നതാണ്. ഇതാണ് ദൈവത്തെ ഏറെ വേദനിപ്പിച്ചത്. അവർ ആഗ്രഹിച്ചത് കിട്ടാതെ വന്നപ്പോൾ, ദൈവവുമായുള്ള ബന്ധത്തിൽ അവർ പ്രതീക്ഷിച്ചത് നടക്കാതെ വന്നപ്പോൾ അവർ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുകയാണ്. സാഹചര്യം എന്ന് പറയുന്ന ആരാണ്? ഈ ബാബിലോണിയർ. ആമേൻ, പ്രൈസ് ഗോഡ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ സന്ദേശമാണ് പ്രിയമുള്ളവരെ. ശരിയായ നിലപാടുകളില്ലാതെ, പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോൾ, ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ, പ്രാർത്ഥിച്ചത് മറുപടി ലഭിക്കാതെ വരുമ്പോൾ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുന്ന അനുഭവമാണ്. ഏത് സാഹചര്യം? ദൈവത്തിന് ഇഷ്ടമല്ലാത്ത സാഹചര്യം. ഞാനും നിങ്ങളും പോകരുതെന്ന് ആഗ്രഹിച്ച, ഞങ്ങൾ ഒരിക്കലും മിങ്കിളാകരുതെന്ന് ചിന്തിച്ച ആ സ്ഥലത്തേക്ക് പൊരുത്തപ്പെട്ടു പോകുന്ന അനുഭവമാണ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി. ഈ ജനം അങ്ങനെയാണ് ചെയ്യുന്നത്. ബാബിലോണിയരുടെ ശീലങ്ങളെയും രീതികളെയും അവർ അനുകരിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് കാണുവാനായി സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകുന്ന, ശ്രദ്ധിച്ച് കേൾക്കണേ, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിലിങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്ന ഈ ജനത്തിനെ കണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് യെഹെസ്കേൽ പ്രവാചകനോട് ചോദിച്ചത്, പ്രവാചക യെഹെസ്കേലേ, എൻ്റെ മകനെ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ജീവൻ ഉണ്ടാകുമോ? ഒരു പുനർജീവിതം ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യം പ്രിയമുള്ളവരെ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെയാണോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? വരണ്ടുപോയ അനുഭവം, ഉണങ്ങിയ അസ്ഥി പോലെയുള്ള ജീവിതം. നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തെ ഇഷ്ടപ്പെടുമ്പോഴും ദൈവത്തെ സ്നേഹിക്കുമ്പോഴുമൊക്കെ അടുത്ത നിമിഷത്ത് ലൈഫിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും നാം ഉണങ്ങിയ അസ്ഥികളുടെ അനുഭവമാണ് പ്രിയമുള്ളവരെ. വരണ്ടുപോയ അനുഭവമാണ്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്നറിയാൻ നിലകൊള്ളുകയാണ്. ഒരു കാലത്ത് ദൈവത്തെ ഒരുപാട് സ്നേഹിച്ചു, ബൈബിൾ വായിച്ചു, ആമീൻ, ബൈബിൾ ദൈവവുമായുള്ള ബന്ധങ്ങൾ ആയിരുന്നു, ആരാധനകൾ ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ പ്രതീക്ഷിച്ചതൊന്നും നടക്കാതെ വരുമ്പോൾ, ആമീൻ, നമ്മുടെ ജീവിതം ഉണങ്ങിയ അസ്ഥി പോലെ വലിച്ചെറിയപ്പെട്ട അനുഭവം. ഒരു രോഗമാകാം,
ഒരു സാമ്പത്തിക നഷ്ടമാകാം, ബിസിനസ് ലോസ് ആകാം, ഒരു അപകടമാകാം, മറ്റ് കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാകാം, മറ്റു ചില മക്കളെക്കുറിച്ചുള്ള ഒരു വലിയ ഭാരമാകാം. നിങ്ങളെ ഒരു ഉണങ്ങിയ അസ്ഥി എന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ചിന്തിക്കുക പ്രിയമുള്ളവരെ. ഈ സംഭവത്തിലൂടെ 2 കാര്യങ്ങളാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, ദൈവത്തിൻ്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് പ്രവാസത്തിൽ നിന്നുള്ള വിടുതൽ സാധ്യമല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രവാസത്തിൽ നിന്നും ഇന്നായിരിക്കുന്ന ഉണങ്ങിയ അസ്ഥി എന്ന അനുഭവത്തിൽ നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ യു മസ്റ്റ് നീഡ് ദ ഹെൽപ്പ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണ്. സ്വയം രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല. എത്ര തന്നെ നിങ്ങൾക്ക് പരിശ്രമിച്ചാലും, നിങ്ങൾ രക്ഷിപ്പാൻ ഒരു 10,000-ഓളം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വന്നാലും ദൈവത്തിൻ്റെ സഹായമില്ല എങ്കിൽ നിങ്ങളുടെ ഉണങ്ങിയ അസ്ഥി എന്ന അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് എഴുന്നേൽക്കുവാൻ കഴിയുന്നതല്ല. സോ വി നീഡ് ദ ഹെൽപ്പ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അസിസ്റ്റൻസ്, ദൈവത്തിൻ്റെ തുണ, ദൈവത്തിൻ്റെ സഹായം, ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ്. എക്സ്കേൽ പ്രവചന പുസ്തകം 37:11 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നത്. ആരാ പറയുന്നേ? ദൈവത്തിൻ്റെ ജനം. ബാബിലോണിലേക്ക് കൊണ്ടുപോയപ്പെട്ട ദൈവത്തിൻ്റെ ജനം പറയുകയാണ്, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങിപ്പോയി, ഞങ്ങളുടെ പ്രത്യാശയ്ക്കൊക്കെ ഭംഗം വന്നിരിക്കുകയാണ്, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുകയാണ്. ആമേൻ. ഈ ഒരു അനുഭവത്തിൽ നാം എപ്പോഴെങ്കിലും ആയിട്ടുണ്ടോ? ആ ഒരു അവസ്ഥയിലാണോ നിങ്ങളായിരിക്കുന്നത് പ്രിയമുള്ളവരെ? ഈ ജനം പറഞ്ഞു തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവിടെ പറയുന്നത്. ജനത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഈ ജനത്തിൻ്റെ അവസ്ഥ കണ്ട ദൈവം ഈ ജനത്തോട് മനസ്സലിവ് കാണിക്കുകയാണ്. കരുണയോടെ, അലിവോടെ ഈ ദൈവജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ്. പ്രൈസ് ഗോഡ്. ആമേൻ പറഞ്ഞേ പ്രിയമുള്ളവരെ. ഈ രോദനത്തിൻ്റെ നടുവിൽ, ബാബിലോണിൻ്റെ നദീതീരങ്ങളിൽ, അലരിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, അലരിവൃക്ഷത്തിൽ കിന്നരങ്ങൾ തൂക്കിയിട്ട് വിലാപത്തോടെ, രോദനത്തോടെ ഇരുന്ന ഈ ജനത്തിൻ്റെ ഉണങ്ങിയ അസ്ഥികളായി തീർന്ന ഈ ജനത്തിൻ്റെ നടുവിൽ ഇതാ ജീവനുള്ള ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം ഇറങ്ങി വരികയാണ്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗമുണ്ട് പ്രിയമുള്ളവരെ. ഈ ജനം നിലവിളിച്ചിട്ടല്ല ദൈവം സഹായിപ്പാൻ ഇറങ്ങി വന്നത്. ആമേൻ. ഒരു കാലത്ത് നിലവിളിച്ചു, ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നിലവിളിയൊക്കെ അവർ വിട്ടു, പ്രാർത്ഥനകൾ വിട്ടു, ആരാധന വിട്ടു, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു, അതൊക്കെ അവർ വിട്ടു. ഇപ്പോൾ രോദനം മാത്രമാണ്, തകർന്ന ഉണങ്ങിയ അനുഭവമാണ്. ഈ സമയം ഇവർ ദൈവത്തോട് നിലവിളിക്കുന്നില്ല. നിലവിളിച്ചിട്ടല്ല ദൈവം സഹായിപ്പാൻ ഇറങ്ങി വന്നത്. പക്ഷേ ദൈവം ഈ ജനത്തെ സഹായിപ്പാൻ സ്വയം ഇറങ്ങി വന്നതാണ്. ആമീൻ. ദൈവം ഈ ജനത്തെ സഹായിപ്പാൻ സ്വയം ഇറങ്ങി വന്നതാണ്. കാരണം ഈ ജനത്തെ വിളിച്ച് വേർതിരിച്ചത് ജീവനുള്ള ദൈവം. ആമേൻ. ജീവനുള്ള ദൈവം പ്രിയമുള്ളവരെ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, പൂർവ്വപിതാക്കന്മാരെ ദൈവം വിളിച്ച് വേർതിരിച്ച് വിശുദ്ധീകരിച്ച് അവരെ നിയോഗിച്ചത് ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന് അവരോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഒരു ഉടമ്പടിയുണ്ട്, ഒരു കമനൻ്റ് ഉണ്ട് പ്രിയമുള്ളവരെ. ഒരു നിയമമുണ്ട്, ഒരു നിയമം സ്ഥാപിക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തിന് മിണ്ടാതിരിപ്പാൻ കഴിയുകയില്ല. എൻ്റെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ചത് ജീവനുള്ള ദൈവമെങ്കിൽ, കർത്താവിൻ്റെ രക്തത്താൽ നാം ഒരുപക്ഷെ ശുദ്ധീകരണം പ്രാപിച്ചവരെങ്കിൽ, നാം ഉണങ്ങിയ അസ്ഥിയെ പോലെ ഇരിക്കുമ്പോഴും അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നാം വിളിച്ചപേക്ഷിക്കാതിരിക്കുമ്പോഴും മനസ്സ് മടുത്തിരിക്കുമ്പോഴും നിങ്ങളെ തേടി വരുന്ന ഒരു സന്ദേശമാകാം, ഒരു പ്രസംഗമാകാം, ഒരു പാട്ടിൻ്റെ വരികളാകാം, ഒരു ദൈവദാസൻ്റെ ഇടപെടലാകാം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഒരു സാന്നിധ്യമാകാം. നിങ്ങളെ തേടി വരുന്ന, നിങ്ങളെ സഹായിപ്പാൻ, നിങ്ങളെ കരുതുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ, നിങ്ങളുടെ ഉണങ്ങിയ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ നിങ്ങളെ തേടി വരുന്ന ഒരു ദൈവമുണ്ട് പ്രിയമുള്ളവരെ. നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല, നിങ്ങൾ പ്രത്യാശിച്ചിട്ടല്ല, നിങ്ങൾ നിലവിളിച്ചിട്ടല്ല, നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല, പക്ഷേ നിങ്ങളെ സഹായിപ്പാൻ വരുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ദൈവം അവരെ പുനഃസ്ഥാപനം ചെയ്യുന്നത് കാണുവാൻ കഴിയും. പ്രവാസത്തിൽ നിന്നും പുനഃസ്ഥാപനം ചെയ്യുകയാണ്. എങ്ങനെയെന്നറിയാമോ? ഉണങ്ങിയ അസ്ഥികളായിരിക്കുന്ന ഈ ജനത്തിൻ്റെ മേൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഉണങ്ങിയ അസ്ഥികളുടെ മേൽ ഞരമ്പ് വച്ച്, മാംസം പിടിപ്പിച്ച്, ത്വക്ക് കൊണ്ട് പൊതിഞ്ഞ് ശ്വാസം നൽകുകയാണ്. വാട്ട് എ അമേസിങ് ഡീഡ്സ് അല്ലേ? ഒരു വലിയ പ്രക്രിയ ഇവിടെ നടക്കുകയാണ്, ഒരു വലിയ പ്രക്രിയ. ഉണങ്ങിയ അസ്ഥികളുടെ മേൽ ജീവനുള്ള ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ.
കാരണം നിലത്തിലെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി ജീവശ്വാസം നൽകി അതിനുള്ള അസ്ഥികളെ ഉരുവാക്കിയ സർവശക്തനായ ദൈവത്തിന് മാത്രമേ എൻ്റെ നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുകയുള്ളൂ. ഡു യു ബിലീവ് ഇറ്റ്? എനിക്ക് ഒരുപാട് പണമുണ്ടാകാം, ഒരുപാട് സ്വാധീനം, ഒരുപാട് വലിയ വലിയ ആളുകൾ എൻ്റെ കുടുംബത്തുണ്ടാകാം, ഒരുപാട് റിസോഴ്സ് എനിക്കുണ്ടാകാം. പക്ഷേ ഇതൊന്നും വർക്കൗട്ട് ആകാത്ത ഒരു സമയമുണ്ട് പ്രിയമുള്ളവരെ. ഇതൊന്നും ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്നത് നമ്മെ സഹായിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. നിന്റെ ഉണങ്ങിയ അവസ്ഥകൾക്ക് അതിൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് തൊക്ക് കൊണ്ട് പൊതിഞ്ഞ് ശ്വാസം നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും, ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും, ദൈവം അരുളി ചെയ്തത് നിവർത്തിക്കും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ സഹായമില്ലാതെ ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾക്ക് ഉദ്ധാരണം പ്രാപിക്കുവാൻ സാധ്യമല്ല പ്രിയമുള്ളവരെ. ചിലരൊക്കെ നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ സഹായം നിങ്ങളുടെ മധ്യ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെത്ര മരിച്ചവരെ പോലെ ആയിരുന്നാലും അവിടെ നിന്ന് ജീവിപ്പിച്ച് പാറമേൽ നിർത്തുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. അതേ, നിങ്ങളുടെ ജീവിത അവസ്ഥകളെ ജീവിപ്പിക്കുവാൻ only possible by God. ദൈവമെന്ന സത്യത്തിന്, ദൈവമെന്ന ശക്തിക്ക്, ദൈവമെന്ന ബലത്തിന് മാത്രമേ കഴിയുകയുള്ളൂ പ്രിയമുള്ളവരെ. ഒന്നാമത്തെ ചിന്ത ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രവാസത്തിൽ നമ്മെ രക്ഷിപ്പാൻ ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ഈ ജനത്തെ പ്രവാസത്തിന് വിടുവിക്കുകയാണ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഒടുവിലത്തെ ചിന്ത എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ആമേൻ. ദൈവത്തിൻ്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. യെഹെസ്കേൽ പ്രവചന പുസ്തകം 37:12 വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്നും കയറ്റി ഇസ്രയേൽ ദേശത്തേക്ക് കൊണ്ടുപോകും എന്ന സന്ദേശമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ബാബിലോണിയ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാമ്രാജ്യത്തിൻ്റെ സാഹചര്യം എന്നൊരു ശവക്കുഴിയായിട്ടാണ് കാണുന്നത്. ഈ ജനത്തെ സംബന്ധിച്ച ഒരു ശവക്കുഴിയാണ്, ഗ്രേവിയാർഡാണ്, ഒരു ശ്മശാനപ്പറമ്പാണ്. ആ ഒരു അനുഭവത്തിൽ നിന്ന് ദൈവം പറയുകയാണ്, ഞാൻ അവിടെ നിന്ന് നിങ്ങളെ പ്ലക്ക് ചെയ്ത്, അല്ലെങ്കിൽ വേരോടെ ഞാൻ പിഴുതെടുത്ത് നിങ്ങളെ ഞാൻ യെരൂശലേമിലേക്ക് കൊണ്ടുപോകും. ആമേൻ. അന്യ ദേശത്തിൽ നിന്നും നിങ്ങളെ ഞാൻ സ്വദേശത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ട് അപ്പുറത്തുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ്. നിങ്ങളുടെ സ്വദേശം എവിടെയാണോ നിങ്ങൾ ജനിച്ച് വളർത്തപ്പെട്ടത്, എവിടെയാണോ ദൈവം നിങ്ങളെ നട്ടത്, ആ ദേശത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഈ ലോകത്തിൽ നാം ആയിരിക്കുന്നത് അന്യരും പരദേശികളുമായിട്ടാണ്. പ്രൈസ് ഗോഡ്. നമ്മെ ദൈവം നാം ആയിരിക്കുന്ന അവസ്ഥ അന്യരും പരദേശികളുമായിട്ടാണ്. അതാണ് നാം പാട്ട് പാടാറുണ്ടെന്നാണ്, യഹോവ ദൈവമാ വിശുദ്ധ ജാതി നാം, അല്ലേ? അവിടെ പറഞ്ഞ ആ പാട്ടിൻ്റെ മറ്റ് ചില വരികളാണ്, പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലെ ഒരു ജാതിയുണ്ടോ, പരദേശികളായ നാം വിശുദ്ധരാണ്, വിശ്വാസികളാണ്, ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ നാം വസിക്കുന്നത് പരദേശത്ത്, അന്യദേശത്താണ് പ്രിയമുള്ളവരെ. നമുക്കായി ഒരു സ്ഥലമുണ്ട് സ്വർഗത്തിൽ. നമുക്കായി ഒരു സ്ഥലമുണ്ട് സ്വർഗത്തിൽ. ഹൗ മെനി ഓഫ് യു ബിലീവ് ഇറ്റ് പ്രിയമുള്ളവരെ? നിങ്ങളിൽ എത്ര പേർ ഇത് വിശ്വസിക്കുന്നു? എനിക്കായി ഒരു സ്ഥലമുണ്ട് സ്വർഗത്തിൽ, എനിക്കായി ഒരിടമുണ്ട് സ്വർഗത്തിൽ. നാം ജീവിക്കുന്ന ഈ ലോകം ഇന്ന് നമുക്ക് ശവക്കുഴി പോലെയാണ്. യെസ്, ബൈബിൾ ടെൽസ് ദാറ്റ്. വചനം പഠിപ്പിക്കുന്നു നമ്മുടെ ലൈഫ് ഈ ലോകത്ത് ശവക്കുഴി പോലെയാണ്. ഇത് എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. ഫോർ എ വൈൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം ഇന്ന് ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ പുളച്ച് ജീവിക്കുന്ന, മതിച്ച് ജീവിക്കുന്ന ജനം ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ അവർ അക്സെപ്റ്റ് ചെയ്യപ്പോഴാണ് ഒരു പ്രത്യേക ഘട്ടം, ഒരു പ്രത്യേക ട്രാജഡിയിൽ വീഴ്ത്തപ്പെടുമ്പോൾ, ഒരു പ്രത്യേക ട്രാജഡിയിലൂടെ പോകുമ്പോൾ, ആ ഒരു പിക് മൊമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു അനുഭവം എന്ന് പറയുന്നത് അവർ പറയും, ഇത് ലൈഫ് ഈസ് ബിക്കം ഗ്രേവിയാർഡ്. ഈ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബ ജീവിതം, എൻ്റെ ബിസിനസ്, എൻ്റെ ജീവിതം, എൻ്റെ മക്കളുടെ ജീവിതം ഒരു ശവക്കുഴി പോലത്തെ അനുഭവത്തിലായിരിക്കുകയാണ്.
സമാധാനമില്ല, ഒരു പെർഫെക്റ്റ്നെസ് കിട്ടുന്നില്ല, ഒരു കംപ്ലീറ്റ്നെസ് കിട്ടുന്നില്ല, ഒരു ഹോപ്പ് കിട്ടുന്നില്ല, ഒരു ഫ്യൂച്ചർ കിട്ടുന്നില്ല. എല്ലാം ഇരുണ്ടുപോയ അവസ്ഥയാണ്. കറുത്ത കാർമേഘങ്ങൾ കൊണ്ട് മുഴുവനായിട്ട് ജീവിതത്താകമാനം മൂടിയിരിക്കുന്ന അനുഭവമാണ്. യെസ്, ഒരു ഗ്രേവ് യാർഡിൻ്റെ അനുഭവം. ജീവിതത്തിൽ ഒരു ശവക്കുഴി പോലെ. ഈ ലോകം നമുക്ക് പലപ്പോഴും ശവക്കുഴിയാണ്. സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കാതെ, സ്നേഹം നൽകാതെ വരുമ്പോൾ, സഹായിക്കേണ്ടവർ സഹായിക്കാതെ വരുമ്പോൾ, അപൂർവമായിട്ട് അല്ലെങ്കിൽ ആകസ്മികമായി സംഭവിക്കുന്ന ചില സംഭവ വികാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ ലോകം നമുക്ക് ശവക്കുഴിയായി തോന്നാറുണ്ട്. വേദപുസ്തകം പറയുന്നു, ഈ ലോകം, അങ്ങനെയുള്ള ലോകത്തുനിന്ന് നമ്മളെ ദൈവം കൊണ്ടുപോകുന്ന സ്ഥലമാണ് നിത്യമായ ശാശ്വതമായ നഗരമായ സ്വർഗത്തിൽ. ആമേൻ. യെസ്, ഇറ്റേണിറ്റി. ഇവിടെ നിന്ന് കരകയറ്റുന്നത് ദൈവമാണ്. നിങ്ങൾ പ്രത്യാശയുള്ളവരെങ്കിൽ, നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതികൾ എന്തുമാകട്ടെ, ലോകത്തിൻ്റെ സ്ഥിതികൾ മറിയട്ടെ, അല്ലേ, ഈ ലോകത്തിൻ്റെ സ്ഥിതികൾ, ഒരു വലിയ ഭൂകമ്പം, ഒരു ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റിൻ്റെ അനുഭവം ഒക്കെ വരട്ടെ ജീവിതത്തിൽ. പക്ഷേ നിങ്ങൾ ദൈവത്തിൽ പ്രത്യാശയുള്ളവരെങ്കിൽ, നിങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നവരെങ്കിൽ, വചനങ്ങളെ മുറുകെ പിടിക്കുന്നവരെങ്കിൽ, നിങ്ങൾ വാസ്തവത്തിൽ ദൈവഭാഗത്ത് നിൽക്കുന്നവരെങ്കിൽ, ദൈവിക നിലപാടുകളോടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. അങ്ങനെ നിൽക്കുന്നവരെങ്കിൽ മറന്നു പോകരുത്, നിങ്ങളെ ഈ അന്യദേശമാകുന്ന ഈ ശവക്കുഴിയിൽ നിന്നും നിങ്ങളെ ദൈവം കരകയറ്റിക്കൊണ്ട് ഇരുത്തുന്നത് എവിടെയെന്നറിയാമോ? സ്വദേശമായ, നിങ്ങളുടെ സ്വദേശം എവിടെയാണ്? സ്വർഗത്തിൽ. എൻ്റെ ദേശം ഈ വീടയല്ല, ഈ ലോകം ശാശ്വതമല്ല. എൻ്റെ ദേശം ഈ വീടയല്ല, ഈ ലോകം ശാശ്വതമല്ല. ഈ പാട്ട് നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ ലോകം, എൻ്റെ ദേശം ഇവിടെയല്ല, ഈ ലോകം ശാശ്വതമേ അല്ല. ഈ ലോകത്തിലെ ജനങ്ങളാരും ശാശ്വതമല്ല. ഈ ലോകത്തിലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ അനുഭവങ്ങളൊന്നും അതൊന്നും ശാശ്വതമായ ഒന്നല്ല. ഇന്നത്തെ ഭരണ സംവിധാനങ്ങൾ ശാശ്വതമേ അല്ല. എഴുതപ്പെട്ട നിയമങ്ങൾ ശാശ്വതമേ അല്ല. മനുഷ്യർ സ്ഥായികളല്ല. ആമേൻ. അങ്ങനെയെങ്കിൽ സ്ഥായിയായ ഒന്നുണ്ട്. ഞാനും നിങ്ങളും വിശുദ്ധനുള്ളവരാണ്, വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ആ നിത്യതയ്ക്കായി ഒരുങ്ങുന്ന എത്ര പേരുണ്ട്? ഈ അന്യദേശത്ത് പരദേശികളായി പാർക്കുന്ന ഈ കാലഘട്ടത്ത് സ്വന്തം ദേശത്ത് ചെല്ലുവാനായി ഒരുങ്ങുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ ചിന്തിക്കുക പ്രിയമുള്ളവരെ. എത്രയോ നാൾ കൊണ്ട് ആഗ്രഹിച്ച് നിങ്ങളൊരു ഫ്ലാറ്റ് വാങ്ങി, നിങ്ങളൊരു വീട് വെച്ചു, ഒരു വസ്തു വാങ്ങിച്ചു, ഒരു BMW കാർ വാങ്ങി, അല്ലെങ്കിൽ മറ്റു പല നന്മകളൊക്കെ നിങ്ങൾ നേടിയവരാകാം. പക്ഷേ നിത്യത സ്വദേശത്തേക്ക് പോകുവാൻ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ചോദ്യമാണ് പ്രിയമുള്ളവരെ. ദൈവത്തിന് ആത്മാവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സഹോദര, സഹോദരി, പ്രിയ കുടുംബമേ, നീ ഉണങ്ങിയ അസ്ഥിയെ പോലെ ഇരിക്കുന്നില്ലേ? ഇനി എന്നാണ് നീ നരമ്പ് പിടിപ്പിക്കുന്നതിന്റെ ശരീരത്തിൽ മാംസം പിടിപ്പിക്കുന്നത്, തൊക്കുകൊണ്ട് പൊതിയുന്നത്, ജീവശ്വാസം ഊതപ്പെടുന്നത്? നീ വിടുതൽ പ്രാപിക്കുന്നത് എപ്പോഴാണ്? നിന്റെ ആത്മാവിന് ജീവൻ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ആമേൻ. മരിച്ചുപോയ അനുഭവത്തിൽ നിന്നും നിത്യതയിലേക്ക് ചൊല്ലുവാൻ നീ ഒരുക്കമാണോ? വചനം ചോദിക്കുകയാണ്, ഈ ലോകത്തിലെ സമ്പ്രദായങ്ങൾ കെട്ടപ്പെട്ട് കിടക്കുവാൻ, ബന്ധനസ്ഥനായി കിടക്കുവാനല്ല ദൈവം എന്നെയും നിങ്ങളെ ഈ ലോകത്താക്കിയിരിക്കുന്നത്. മറന്നു പോകരുതേ. ഈ ലോകത്തിലെ ചില ബന്ധങ്ങൾ ബന്ധനങ്ങളായി തീർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബന്ധനങ്ങളായി. വേദപുസ്തകം പറയുന്നു, ഈ ലോകത്തിലെ ബന്ധങ്ങൾ നിന്നെ ബന്ധിച്ചു വച്ചിരിക്കുകയാണോ? പണമാകാം, അധികാരമാകാം, സമ്പ്രദായങ്ങളായ മാനുഷ്യ സമ്പ്രദായങ്ങൾ, അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളിലെ ചില കെട്ടുപാടുകൾ, ഇതെല്ലാം നിന്നെ ബന്ധിച്ചു വച്ചിരിക്കുകയാണോ? രക്ഷപ്പെടുവാൻ കഴിയാതെ വണ്ണം. ഓർക്കുക, ഞാനും നിങ്ങളും ഈ ലോകത്തിനുള്ളവരല്ല, നിത്യതയ്ക്കുള്ളവരാണ്. അതിലേക്കാണ് ദൈവം നമ്മെ ഒരുക്കുന്നത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ക്രിസ്ത്യാനികളായ, ക്രിസ്തുവിൽ ജീവിക്കുന്ന നമുക്ക് ഈ ലോകമെന്ന് പറയുന്നത് ഒരു ഫോറിൻ കൺട്രിയാണ്, അന്യദേശമാണ്, വിദേശമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവാസം പോലെ ഈ ലോകത്തിൽ നമുക്ക് ഉപദ്രവങ്ങൾ ഏറെയുണ്ട്, കഷ്ടതകളുണ്ട്, ഹാർഡ്ഷിപ്സും പ്രോസിക്യൂഷനും ഒക്കെ ഒരുപാട് നമുക്കുണ്ട്. ചോദ്യം ഇതാണ്, ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ നടുവിൽ നിങ്ങളുടെ ദൃഷ്ടി പുതിയ യെരുശലേമിലേക്കാണോ, ഹെവൻലി സിറ്റിയിലേക്കാണോ നിങ്ങളുടെ ദൃഷ്ടി നിങ്ങൾ വച്ചിരിക്കുന്നത്? നിങ്ങൾ ഒരുപാട് ഹാർഡ്ഷിപ്പിൻ്റെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരുപാട് കഷ്ടതകൾ, പ്രതിസന്ധികളുടെ നടുവിൽ, ഉപദ്രവങ്ങളുടെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നത്.
ഈ ലോകം നൽകുന്ന കഷ്ടപ്പാടുകൾ, പ്രകൃതി നൽകുന്ന കഷ്ടപ്പാടുകൾ, മനുഷ്യൻ നൽകുന്ന മനുഷ്യ സമ്പ്രദായങ്ങൾ, മനുഷ്യൻ്റെ ഭരണഘടനകൾ നൽകുന്ന ഒരുപാട് കഷ്ടപ്പാടുകളുടെ നടുവിൽ നിങ്ങളുടെ ഫോക്കസ് എവിടെയാകുന്നു? ഹെവൻലി ജെറുസലേമാണോ? ഹെവൻലി സിറ്റിയാണോ? ഹെവൻലി പ്ലേസ് ആണോ? പ്രിയമുള്ളവരെ, ചിന്തിക്കുക. അതോ നിങ്ങൾ ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്നു? നിങ്ങൾ ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അന്യദേശത്ത് ഞങ്ങൾ യഹോവയുടെ ഗീതം പാടുന്നത് എങ്ങനെ എന്ന് ബാബേൽ നദീതീരത്ത് അലരി വൃക്ഷങ്ങളുടെ ചുവട്ടിൽ രോദനത്തോടെ വിലപിച്ചു കൊണ്ടിരുന്ന ജനത്തെപ്പോലെ ഇന്നും നിങ്ങൾ ഇസ്രായേൽ ജനത്തെപ്പോലെ നിങ്ങൾ വിലപിച്ചു കൊണ്ടിരിക്കുന്നവരാണോ? പ്രിയമുള്ളവരെ, ഇന്ന് ധാരാളം ജനം ബാബിലോണിൽ കഴിഞ്ഞ ജനത്തെപ്പോലെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇതിൽ നിന്ന് മോചിതരാകുക. നിങ്ങളുടെ സഹായകൻ വരുന്നു. നിങ്ങളെ രക്ഷിപ്പാൻ കൈ ഉയർത്തി ദൈവത്തോട് നിലവിളിക്കുക. ആസാ രാജാവ് പ്രാർത്ഥിച്ചു, ഓ കർത്താവേ, ഓ ലോർഡ് ഹെൽപ്പ് മീ, ഐ എം ട്രസ്റ്റിംഗ് യു. എൻ്റെ ദൈവമേ, എന്നെ സഹായിപ്പാൻ വരണം. നിങ്ങൾ കിടക്കമേലാകാം, നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാകാം, നിങ്ങളുടെ ഓഫീസിലിരിക്കുന്നവരാകാം, വീട്ടിലിരിക്കുന്നവരാകാം, കിച്ചണിലായിരിക്കാം. ദൈവത്തോടൊന്ന് പറഞ്ഞ്, എൻ്റെ യേശുവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ആസാ രാജാവ് പ്രാർത്ഥിച്ചതാണ്. പ്രിയമുള്ളവരെ, സ്വർഗീയ നഗരത്തിൽ പ്രവേശിപ്പാൻ ഒരുങ്ങുക. നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, അവസാന ഡെസ്റ്റിനേഷൻ ഇടമെന്ന് പറയുന്നത് സ്വർഗമാണ്. പ്രിയമുള്ളവരെ, അവിടെ പ്രവേശിക്കണം. അത് ജീവിതത്തിൽ എന്നും അനുഗ്രഹമായ ഒന്നാണ്. ആ ഒരു അനുഭവത്തിലായിത്തീരാമോ? ഞാൻ 2 ചിന്തകൾ പങ്കിട്ടു. ദൈവത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് പ്രവാസത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല. 2, ദൈവത്തിൻ്റെ സഹായമില്ലാതെ നിത്യതയിൽ പ്രവേശിപ്പാൻ നമുക്ക് കഴിയുന്നതല്ല. ഈ 2നും വേണ്ടത് ദൈവത്തിൻ്റെ സഹായമാണ്. അതുകൊണ്ട് ദൈവത്തോട് പറയാം, കർത്താവേ, ആസാ രാജാവ് പ്രാർത്ഥിച്ചതുപോലെ എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ, എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ, എൻ്റെ മക്കളെ സഹായിക്കണമേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നുവല്ലോ. ഇന്നത്തെ ചോദ്യം ഇതാണ്, ഉണങ്ങിയ അസ്ഥികളെന്ന് ദൈവം ആരെയാണ് ഉദ്ദേശിച്ചത്? ഉണങ്ങിയ അസ്ഥികളെന്നത് ദൈവം ആരെയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് ഉദ്ദേശിച്ചത്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിശ്ചയമായും ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഉണ്ടാകും, ദൈവത്തിൻ്റെ തുണയുണ്ടാകും. ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലായി നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായി, കോട്ടയായി, അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമായി, നാൾ തോറും ഞങ്ങളുടെ കരം പിടിച്ചു വഴി നടത്തുന്ന സർവ്വലഭനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നൽകിയ നല്ല ചിന്തകൾക്കായി സ്തോത്രം. ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ എന്ന് പ്രവാചകനോട് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിച്ച അതേ ചോദ്യം 1000 വട്ടം, 10,000 വട്ടം, ലക്ഷക്കണക്കിന് പ്രാവശ്യം ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. നാഥ, ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുമോ? എനിക്ക് നിത്യതയിൽ പ്രവേശിപ്പാൻ കഴിയുമോ? എനിക്ക് എൻ്റെ ഇന്നത്തെ പ്രയാസങ്ങളൊക്കെ മാറുമോ? എൻ്റെ മക്കൾക്കൊരു മാറ്റം ഉണ്ടാകുമോ? എൻ്റെ മരുമക്കൾക്കൊരു മാറ്റം ഉണ്ടാകുമോ? ആമേൻ. എൻ്റെ സഹോദരങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുമോ? എൻ്റെ സഭയ്ക്കൊരു മാറ്റം ഉണ്ടാകുമോ? സഭയുടെ സഭാ പ്രസ്ഥാനങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുമോ? എൻ്റെ ദേശത്തിനൊരു മാറ്റം ഉണ്ടാകുമോ? ഈ ലോകത്തിലെ ജനത്തിനൊരു മാറ്റം ഉണ്ടാകുമോ? 1000 വട്ടം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിതാവേ, അങ്ങയുടെ സഹായമില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യെസ് ലോർഡ്, വി നീഡ് യുവർ ഹെൽപ്പ്. ഞങ്ങൾക്ക് അങ്ങയുടെ സഹായം ആവശ്യം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ സഹായിപ്പാൻ വേഗം വരണമേ അപ്പ. ഞങ്ങളുടെ മധ്യ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകട്ടെ. ശവക്കുഴി പോലെ തോന്നിക്കുന്ന ഈ അന്യദേശത്ത് നിന്നും ഞങ്ങളെ നിത്യതയിലേക്കായി അവിടുന്ന് കൊണ്ടുപോകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഞങ്ങളുടെ സ്വദേശത്ത് ഞങ്ങളെ പാർപ്പിക്കണമേ. ഞങ്ങളുടെ ദേശം ഇതല്ല പിതാവേ, ഞങ്ങളുടെ ദേശം ഇതല്ല. ഞങ്ങളുടെ ദേശം അപ്പ സ്വർഗം എന്ന ദേശം. ആ ദേശത്ത് ഞങ്ങൾ എത്തിക്കണമേ. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ താങ്ങണമേ. ഈ സന്ദേശം ശ്രവിച്ച എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ സ്വർഗീയ കരം നിന്റെ മക്കളുടെ തലമേൽ വയ്ക്കുമാറാകണമേ അപ്പ. ബലപ്പെടുത്തണമേ. ഒരാഴ്ചക്കാലം നടത്തിയല്ലോ, ഈ പുതിയ ആഴ്ചയിലും ദൈവകൃപ നിന്റെ മക്കളുടെ മേൽ പകരണമേ. ആത്മാവിൽ ജ്വലിച്ച് ജീവിക്കുവാൻ, നല്ല സാക്ഷ്യമുള്ളവരെ, ഫലമുള്ളവരായി ജീവിപ്പാൻ എല്ലാ നിലകളും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. കർത്താവ് ഇവിടെ പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപാനുഗ്രഹം നന്മ നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും ഇന്നും എന്നും സദാ സർവ്വദാ കൊണ്ടിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കും. ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ദൈവത്തോട് പറയാം, കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നുവല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.